ക്ഷമിക്കണം, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ പെട്ടുപോയത് കൊണ്ടാണ്. വളരെ പെട്ടെന്ന് ഒരു റൗണ്ട് അപ്പ്, ഒരു ഫൈനൽ വേർഡ്, അത് കഴിഞ്ഞ് ജയചന്ദ്രൻ മാഷിന് മറുപടി പറയാൻ ഒരു മിനിറ്റ്. ഈ ഒരു വെപ്രാളം കാണുമ്പോൾ ഞാൻ മറുപടിക്കുള്ള എല്ലാ ഉത്തരവും അവിടെ തന്നെ ഉണ്ട്. എന്റെ ബഹുമാനപ്പെട്ട INL പ്രതിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്ന് തോന്നുന്നു എന്റെ ഒരു പരാമർശം. സർ, ഈ രാമജന്മഭൂമിയിൽ വിളക്ക് കൊളുത്താൻ കോൺഗ്രസ് അനുവാദം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെതിരെ സംസാരിച്ചില്ല? അവിടെ എല്ലാ ഒത്താശയും കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾക്കൊന്നും പ്രതിഷേധം ഉണ്ടായില്ല. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാനാണല്ലോ നിങ്ങൾ INL ഉണ്ടാക്കിയത്. ലീഗിന് മതേതരത്വം പോരാഞ്ഞിട്ട്, തീവ്രത പോരാഞ്ഞിട്ട് അല്ല സർ. കേരളത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും ഇന്ത്യൻ ജനത 2 സീറ്റ് തന്ന് നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ ഒറ്റയ്ക്ക്? ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഈ പച്ച പതാക കശ്മീർ ഉൾപ്പെടെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വർഗീയതയും രാജ്യവിഭജന തന്ത്രങ്ങളും ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറമായിരുന്നു സർ. നിങ്ങൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ രാജ്യത്ത് വികസനം പറയുന്ന ഒരേ ഒരു പാർട്ടിയാണ് BJP. ഇന്ത്യ രാജ്യത്ത് നിങ്ങളുടെ കശ്മീർ, ബീഹാറിലെ കിഷൻഗഞ്ച് ഉൾപ്പെടെ, ഞാൻ എന്റെ INL പ്രതിനിധി ഓർമ്മിപ്പിക്കുന്നു, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെക്കാളും ഈ രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷം തിങ്ങിപ്പാർക്കുന്ന കിഷൻഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിലെ മുസ്ലിം സഹോദരന്മാരെ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടത് BJP-യോടുള്ള ഈ അടങ്ങാത്ത പകയുണ്ടല്ലോ, അസത്യ പ്രകടനങ്ങളുമായി നിങ്ങളുടെ ഈ മുന്നേറ്റം. സർ, ഈ രാജ്യത്തിലെ ജനത 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി. കേരളത്തെക്കാൾ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള UP-യിലെ ഗ്രാമാന്തരങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ ഭാരതീയ ജനതാ പാർട്ടി അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സർ, BJP-യെ ഇന്ത്യൻ ജനത സ്വീകരിച്ചു തുടങ്ങിയതിന്റെ സൂചനയാണ്. ഗുജറാത്തിൽ അടുത്ത കാലം വരെ BJP-ക്ക് വേരോട്ടം ഉണ്ടാവാതെ അഹമ്മദാബാദ് മേഖലകളിലെ മുഴുവൻ നിയമസഭകളും BJP-ക്ക് സ്വീകാര്യമായിട്ടുണ്ടെങ്കിൽ സർ, BJP ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പകരം നിങ്ങളെ അധികാരത്തിന്റെ 4 അയലത്ത് അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ജനം നിങ്ങളെ തിരിച്ചറിഞ്ഞു. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, സമയം കഴിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. എല്ലാ പ്രിയപ്പെട്ട അതിഥികൾക്കും നന്ദി. ശ്രീ ബേസിൽ, ഈ മതേതരത്വം പറയുമ്പോൾ ചില പേരുകൾ, ചില കലാപങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇനി നമുക്കൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ചേലാ കലാപം ഉണ്ടായിരുന്നു, കല്ലുമാല സമരം ഉണ്ടായിരുന്നു, വില്ലുവണ്ടി യാത്രയുണ്ടായിരുന്നു, പന്തി ഭോജനമുണ്ടായിരുന്നു, പിന്നെ ചിലരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു. ചട്ടമ്പി സ്വാമികളുണ്ടായിരുന്നു, അയ്യ വൈകുണ്ഠ സ്വാമികളുണ്ടായിരുന്നു, മഹാത്മാ അയ്യങ്കാളി ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു, ശുഭാനന്ദ ഗുരുദേവൻ ഉണ്ടായിരുന്നു. ഒരു കാര്യം, ഈ യാത്ര, ഭ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്കുള്ള യാത്ര, ഹിന്ദു സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പൊരുതിയ നേതാക്കളുടെ ഒരു ചെറിയ പട്ടിക മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതും ഒന്ന് വായിക്കണം. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചാൽ ജയിലും പിഴയും വിധിക്കുന്ന വ്യവസ്ഥിതിയോട് ഹിന്ദുക്കൾക്ക് പൊരുതേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ശബ്ദം ഉയരും. 2, മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന് പള്ളികളിൽ ഖാസിയാകാം, പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് ക്ഷേത്രത്തിൽ കടന്നു ചെല്ലണമെങ്കിൽ ചില രാഷ്ട്രീയ മേലാളന്മാരുടെ അനുമതി വേണ്ടി വരുന്ന ഒരു വ്യവസ്ഥിതിയോടാണ്, അതിനോട് കൂടിയാണ് പോരാട്ടം.